ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയിലും ഡ്രസ്സിംഗ് റൂമിലുമായി നടന്ന രണ്ട് സംഭവങ്ങൾ ഇന്ന് വലിയ ചർച്ചയാവുകയാണ്. ആദ്യം ഈജിപ്തിൻ്റെ ഫുട്ബോൾ മത്സരത്തിൻ്റെ സമയത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. അമേരിക്കയിലെ ആഡംബരപൂർണമായ ലോകകപ്പ് സ്റ്റേഡിയം ഗാലറിയിൽ ലക്ഷക്കണക്കിന് കാണികളുടെ ആരവം ഉയരുകയാണ്. എതിരാളികൾ ആരാണെന്നറിയാമോ? ഫിഫ റാങ്കിങ്ങിൽ വമ്പന്മാരായ ലോകത്തെ ഏത് പ്രതിരോധ നിരയും തകർക്കാൻ ശേഷിയുള്ള ബെൽജിയം എന്ന് പറയുന്ന ടീമാണ്. കളി തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ലോകം മുഴുവൻ ഈജിപ്ഷ്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് സലായുടെയും സംഘത്തിന്റെയും കളി കാണാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഈജിപ്തിന്റെ ഡ്രസ്സിംഗ് റൂമിൽ സംഭവിച്ചത് മത്സരത്തിനായുള്ള തന്ത്രങ്ങളും പ്ലാനുകളും മാത്രമായിരുന്നില്ല. നേരെമറിച്ച് അവിടെ മുഴങ്ങിക്കേട്ടത് അതിമനോഹരമായ ചില ഖുർആൻ വചനങ്ങൾ കൂടിയായിരുന്നു. സൂപ്പർ താരം മുഹമ്മദ് സലാഹിന്റെ നേതൃത്വത്തിൽ ഈജിപ്ഷ്യൻ ടീം ഒന്നടങ്കം ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. തങ്ങളുടെ വിജയത്തിനായി അവർ പടച്ചവനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചു. ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ, അതായത് EFA, അവരുടെ ഔദ്യോഗിക പേജിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ലോകകപ്പിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് തൊട്ടു മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ ഒത്തുചേർന്ന ആ കളിക്കാർ വളരെ ശാന്തരായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അവർ ഖുർആൻ സൂക്തങ്ങൾ ഓരുന്നതാണ് ആ വീഡിയോയിലുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم اللهم اجعل السادسه اللهم اجعل السادسه وان شئت എല്ലാ മത്സരങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ പതിവ് ശീലമാണിത്. ഇതാണ് യഥാർത്ഥ ടീം സ്പിരിറ്റ്. ഇതായിരുന്നു ആ വീഡിയോയ്ക്കൊപ്പം ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ കുറിച്ച വാക്കുകൾ. ഒരു ടീമിനെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ ഒരൊറ്റ മനസ്സോടെ മുന്നോട്ട് നയിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ദൃശ്യം. എത്ര വലിയ സമ്മർദ്ദഘട്ടത്തിലും മനസ്സിനെ ശാന്തമാക്കാൻ ഖുർആൻ പാരായണത്തിലൂടെ കഴിയുമെന്ന് ഈ താരങ്ങൾ തെളിയിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ ഈ ഒരു വീഡിയോ പങ്കുവച്ചത്. അപൂർവ കാഴ്ച, യഥാർത്ഥ ഹീറോകൾ എന്നിങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഫുട്ബോൾ മത്സരങ്ങളിൽ അവിടെ താരങ്ങൾ പലപ്പോഴും കടുത്ത സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ലോകകപ്പ് പോലൊരു മഹാമേളയിൽ സ്വന്തം രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾ അത് ചുമലിലേറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമ്മർദ്ദം അതിരട്ടിയാണ്. ഇവിടെയാണ് ഈജിപ്ത് ടീം വേറിട്ട് നിൽക്കുന്നത്. അവർ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാ കളിക്കാരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. സൂപ്പർ താരം മുഹമ്മദ് സലായും ടീമിലെ മറ്റ് യുവതാരങ്ങളും അവിടെ എല്ലാം തുല്യരാണ്. കളിയിലെ ജയപരാജയങ്ങൾക്കപ്പുറം എല്ലാം പടച്ചവനിൽ സമർപ്പിക്കുന്നതിലൂടെ കളിക്കാർക്ക് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം ലഭിക്കുകയാണ്. എത്ര വലിയ പ്രതിസന്ധിയിലും തങ്ങളെ കാക്കാൻ മുകളിൽ ഒരാളുണ്ടെന്ന ബോധ്യം കളിക്കളത്തിൽ അവർക്ക് ഇരട്ടി വീര്യം നൽകുകയാണ്. ഇതൊരു പുതിയ ശീലമല്ല. ഈജിപ്ഷ്യൻ ടീം തങ്ങൾ കളിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുമ്പും ഡ്രസ്സിംഗ് റൂമിൽ ഇത്തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അതിപ്പോൾ അമേരിക്കയിലെ ആ ഒരു ലോകകപ്പ് വേദിയിലും അവർ ആവർത്തിച്ചിരിക്കുന്നത് മാത്രം. ഡ്രസ്സിംഗ് റൂമിൽ കണ്ട ആ ഒരു ഒത്തൊരുമയും ആത്മവിശ്വാസവും വെറുതെയൊന്നുമായിരുന്നില്ല എന്ന് കളി തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ബെൽജിയത്തെയാണ് ഈജിപ്തിന് നേരിടേണ്ടി വന്നത്. കളി തുടങ്ങി 20-ാം മിനിറ്റിൽ തന്നെ ബെൽജിയം ആദ്യ ഗോൾ നേടിയപ്പോൾ ഈജിപ്ത് ഒന്ന് ഞെട്ടിപ്പോയി. ആദ്യ പകുതിയിൽ ആ ലീഡ് നിലനിർത്താൻ ബെൽജിയത്തിന് സാധിച്ചു. വമ്പന്മാർക്കെതിരെ ആദ്യം തന്നെ ഒരു ഗോൾ വഴങ്ങുക എന്നത് ഏതൊരു ടീമിൻ്റെയും ആത്മവിശ്വാസം തകർക്കുന്ന ഒന്നാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത് മറ്റൊരു ഈജിപ്തിനെയാണ്. ഡ്രസ്സിംഗ് റൂമിൽ കണ്ട ആ ഒരു ഒത്തൊരുമയും വീര്യവും കളിയിലും പുറത്തെടുത്ത ഈജിപ്ത് ആദ്യ മത്സരത്തിൽ കരുത്തരായ ബെൽജിയത്തെ സമനില തളച്ചു. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ബെൽജിയത്തിനെതിരെ അത്യന്തം ആവേശകരമായ പോരാട്ടമാണ് ഈജിപ്ത് പിന്നീട് കാഴ്ചവെച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ അവർ ഒത്തുചേർന്നപ്പോഴുണ്ടായ അതേ ടീം സ്പിരിറ്റ് കളിക്കളത്തിലും ദൃശ്യമായി. നോക്കൂ, ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സമ്മർദ്ദങ്ങളിലും വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസവും കരുത്തും അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് കളിക്കളത്തിൽ വിശുദ്ധ ഖുർആനെ ചേർത്തു പിടിക്കുന്ന ഈജിപ്ഷ്യൻ ടീം ശരിക്കും മാതൃകയാണ്. കളിയിൽ അവർ നേടിയ ആ ഒരു പോയിന്റ് വെറുമൊരു സമനില മാത്രമല്ല, മറിച്ച്
അവരുടെ ഒത്തൊരുമയുടെയും വിശ്വാസത്തിൻ്റെയും വിജയം കൂടിയാണ്. ഇനി മറ്റൊരു സംഭവം കൂടി പറയാം. 2 ദിവസം മുമ്പ് മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന സൗദി അറേബ്യ ഉറുഗ്വേ ഫുട്ബോൾ ലോകകപ്പ് മത്സരം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 1-1 എന്ന സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. എന്നാൽ കളിക്കളത്തിലെ ആ സമനിലയോ ഗോളുകളെയൊക്കെക്കാളേറെ ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത് കളി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മൈതാനത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. സാധാരണയായി മത്സരിക്കുന്ന 2 രാജ്യങ്ങളുടെയും വലിയ പതാകകൾ മൈതാനത്തിൻ്റെ 2 വശത്തായി തറയിൽ വിരിച്ചിടുകയാണ് പതിവ്. അത് മത്സരം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പതാക തറയിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്തായി ചവിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതെടുക്കുന്ന സമയങ്ങളിൽ അറിയാതെ ചവിട്ടുകയും അതിന് മുകളിലൂടെ നടക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച രാത്രി മിയാമിയിൽ നടന്ന സൗദി അറേബ്യയും ഉറുഗ്വേയും തമ്മിലുള്ള ആ മത്സരത്തിന് തൊട്ടു മുമ്പ് പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മാനിച്ചുകൊണ്ട് ഫിഫയ്ക്ക് ഒരു മാറ്റം അവിടെ കൊണ്ടുവരേണ്ടി വന്നു. സൗദി അറേബ്യയുടെ പതാകയും ഉറുഗ്വേയുടെ പതാകയും അന്നവർ തറയിൽ വിരിച്ചില്ല. മൈതാനത്തേക്ക് കൊണ്ടുവന്ന സൗദി അറേബ്യയുടെ പതാക അവർ നിലത്ത് വെക്കാതെ പകരം ആ പതാക വഹിച്ചു കൊണ്ടുവന്നവർ അത് തറയിൽ നിന്നും ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഒരു പതാക ഉയർത്തിപ്പിടിച്ചും മറ്റൊരു പതാക തറയിലും വിരിച്ചാൽ അതൊരിക്കലും ശരിയാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമമിതി അല്ലെങ്കിൽ സിമ്മട്രി നിലനിർത്താൻ വേണ്ടി ഉറുഗ്വേയുടെ പതാകയും നിലത്ത് വെക്കാതെ മുകളിൽ ഉയർത്തിപ്പിടിക്കാൻ ഫിഫ നിർദ്ദേശം നൽകി. അതായത് സൗദി അറേബ്യയുടെ പതാക നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഫിഫ ആ ഒരു മത്സരത്തിന്റെ പ്രീ മാച്ച് ചടങ്ങിൽ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ പതാക അത് നിലത്ത് വെക്കാതെ മുകളിൽ ഉയർത്തിപ്പിടിച്ചത്? സൗദിയുടെ പതാക വെറുമൊരു രാജ്യത്തിന്റെ പതാക എന്നതിനേക്കാൾ അപ്പുറം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ജീവനെ പോലെ കാണുന്ന ഒന്നാണ് ആ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ പതാകയിൽ അതിൽ വെള്ള നിറത്തിൽ അറബിക് കാലിഗ്രാഫിയിൽ എഴുതിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായി കാണുന്ന വാക്കുകളാണിവ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വചനങ്ങളടങ്ങിയ പതാകയെ കേവലം ഒരു തുണിക്കഷ്ണമായിട്ടല്ല, നേരെ മറിച്ച് പവിത്രമായിട്ടാണ് സൗദി അറേബ്യ കാണുന്നത്. സൗദി അറേബ്യൻ നിയമപ്രകാരം, അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പ്രകാരവും ഈ പതാകയ്ക്ക് ചില കർശനമായ നിയമങ്ങളുണ്ട്. ഈ പതാക ഒരിക്കലും നിലത്ത് തൊടാൻ പാടില്ല. നിലത്ത് തൊട്ടാൽ അത് ആ വിശുദ്ധ വചനങ്ങളോട് ചെയ്യുന്ന അനാദരവായി കണക്കാക്കും. സൗദി പതാക ഒരിക്കലും പകുതി താഴ്ത്തിക്കെട്ടാറില്ല. ലോകത്ത് പ്രമുഖരായ രാജാക്കന്മാരോ നേതാക്കളോ മരണപ്പെടുന്ന സമയത്ത് അതിൻ്റെ ദുഃഖസൂചകമായി എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പതാക പകുതി താഴ്ത്തിക്കെട്ടാറുണ്ട്. എന്നാൽ സൗദി പതാക ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി പോലും ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഈ പതാക അടങ്ങിയ വസ്ത്രങ്ങളോ ടീഷർട്ടുകളോ ധരിക്കാൻ പാടില്ല. കാരണം അത്തരത്തിൽ ചെയ്യുന്നത് അത് അനാദരവായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ആദരവോടുകൂടി കാണുന്ന ഒരു പതാക ഫിഫ ലോകകപ്പ് പോലുള്ള ഒരു ആഗോള വേദിയുടെ നിലത്ത് ആളുകൾ ചവിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ വിരിച്ചിടാൻ സൗദി അറേബ്യ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അവർ ഫിഫയ്ക്ക് മുന്നിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. ഫിഫയ്ക്ക് അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു. ഫിഫ ഇവിടെ കാണിച്ച ഈ മര്യാദയെ അഭിനന്ദിച്ചേ മതിയാകൂ. സൗദി അറേബ്യയുടെ മതപരമായ വികാരങ്ങളെയും ആ പ്രോട്ടോകോളുകളെയും പൂർണ്ണമായി മാനിക്കാൻ ഫിഫ തയ്യാറായി. സൗദിയുടെ പതാക നിലത്ത് വിരിക്കുന്നതിന് പകരം വായുവിൽ ഉയർത്തിപ്പിടിക്കാൻ അവരെടുത്ത ആ ഒരു തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്.